നമ്മളപ്പോൾ റൂമിലെത്തി ഉറങ്ങി രാവിലെ എണീച്ച് ഡ്രസ്സൊക്കെ മാറി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ഇരിക്കുന്നില്ല. രാത്രി എടുക്കാൻ പറ്റില്ല, വന്നപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു. രാത്രി 11 മണിയൊക്കെ കഴിഞ്ഞ് എത്തിയപ്പം അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ താഴെ നിന്ന് നമ്മൾ ചായ കുടിക്കാനാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഒരു രാത്രി സ്റ്റേ ചെയ്തത്. ഈ റിസോർട്ടിലാണ് സ്റ്റേ ചെയ്തത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് പരശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ക്ഷേത്രത്തിലാണ്. നമ്മൾ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് അപ്പോൾ ഇതൊരു കിടിലോസ്കി വ്യൂ ആണ്. ഈ പഴശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ ബാക്കിലുള്ളൊരു സ്ഥലമാണ്. പുഴയാണ് ഗൈസ്, വിഷയം പുഴയാണ് ഗൈസ്. ഇവിടെ വരണമെങ്കിൽ രാവിലെ വരണം ഗൈസ്. പക്ക വൈബ് സ്ഥലമാണ് ഗൈസ്. ഇവിടെ വരണം രാവിലെ. നല്ല രസമാണ് ഗൈസ്. ബ്ലൂ ടച്ച് ആകാശവും വെള്ളമൊക്കെ കാണാൻ നല്ല രസമാണ് ഗൈസ്. പിന്നെ അവിടെ നിന്നൊരു പ്രസാദം കിട്ടിയായിരുന്നു. പയറും തേങ്ങ ഇട്ടിട്ടുള്ളതാണ്. പിന്നെ ചായയും കിട്ടിയത്. നമ്മൾ വാൻ പാർക്ക് ചെയ്തൊരു സ്ഥലത്തുള്ള വ്യൂ ആണ് ഗൈസ്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ ജേർണി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ബാക്കിൽ കോട്ടയിലാണ്. ഇപ്പം നല്ല വെയിലാണ്. സംഭവം 11 മണിയായി, നല്ല വെയിലാണ്. അപ്പോൾ നമ്മൾ കടയൊക്കെ തൊപ്പിയൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കയറാം ഗൈസ്. ഇതാണ് ബാക്കിൽ കോട്ട. ഇവിടെയാണ് നമ്മൾ കയറുന്നത്. ഇതിൻ്റെ മേളിലോട്ട് അങ്ങോട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കാണിച്ചു തരാം. ഗൈസ് നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ഈ തേരി കയറിപ്പോയ ഒരു കിടിലൻ വ്യൂ പോയിന്റ് ഉണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഗൈസ്, ഒരു സൈഡ് ഫുള്ള് കടലാണ് ഗൈസ്, അപ്പുറത്തെ സൈഡ് പച്ച പൂഷ്മളതേ ഗൈസ്. ഇവിടുത്തെ ഈ ലൈൻ നോക്കി നമുക്ക് കാണാൻ പറ്റും. ഒരു സൈഡ് ഫുള്ള് കടലാണ്. ഇതാരാ? വാര്യമ്പള്ളിയിൽ മീനാക്ഷി അല്ലയോ? എന്താ മോളെ സ്കൂട്ടറില്? ഗൈസ് അപ്പോൾ ആ അഡ്വഞ്ചറസ് റൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ എത്തിക്കൂടെ ഈ ബാക്കിൽ കൂടെ എത്തിക്കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ കോട്ടയുടെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു കടയിൽ ലൈം കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഗൈസ് അപ്പം നല്ല ചൂടത്ത് നല്ല പതഞ്ഞിരിക്കുന്ന സോഡാലയും കുടിക്കാൻ വേണ്ടി രണ്ടായി തന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ചോറിനാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഗൈസ് നമ്മൾ ചോറിനാൻ കയറിയ റെസ്റ്റോറൻറ്റ് ടൂറിസ്റ്റ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് നമുക്ക് എൻജോയ് കഴിച്ചു. 150
ട്രാവൽ കയറിയിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. സോ ഗൈസ് നമ്മളിപ്പോൾ മൂകാംബിക എത്തിയിട്ടുണ്ട്. ഗൈസ് പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗൈസ് ഈ അമ്പലത്തിൽ എത്തിയപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. രണ്ടാമത്തെ കാര്യം ഗൈസ് ഇവിടെ ഒരു ഇറങ്ങണ സമയത്ത് ഒരു കിടിലം മഴ പെയ്ത് ഗൈസ്. അത് കാരണം എല്ലാവരും നനഞ്ഞു ഗൈസ്. നമ്മൾ അമ്പലത്തിൽ എത്തിയപ്പോഴത്തേക്ക് ഈ ഗോൾഡൻ ചാരിയിട്ട് അമ്പലം ചുറ്റി തിരിച്ചു വന്ന് അതിൻ്റെ സ്ഥലത്ത് കയറ്റി ഗൈസ്. നമ്മൾ ഈ ഗോൾഡൻ ചാരിറ്റിൻ്റെ കുറച്ച് പിക്സും എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഗൈസ് അമ്പലത്തിലെ കയറി തൊഴുത് ഗോൾഡൻ ചാരിയുടെ കണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കഴിക്കാൻ വന്നിട്ടുണ്ട്. കഴിക്കാൻ വന്ന് സംഭവം ചോറും രസവും പിന്നെ വേറെ ഏതോ കറിയുമാണ്. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ലൈക്കും സബ്സ്ക്രൈബും കമന്റും ചെയ്യണം. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ.